ശരിക്കും കോളനികളുടെ ചരിത്രം തുടങ്ങിയിട്ടുള്ളത് പൊയ്കയിൽ അപ്പച്ചനിൽ നിന്നും അയ്യങ്കാളിയിൽ നിന്നും തന്നെയാണ്. കോളനി എന്നുള്ളൊരു ടേം യൂസ് ചെയ്യുന്നത് കുറുമ്പൻ ദൈവത്താനാണ്. പ്രജാസഭ പോലുള്ളൊരു ഇതിനകത്ത് കോളനി എന്ന് വിളിക്കാമെന്നാണ് പറയുന്നത്. ഇതിൽ കോളനിയുടെ ചരിത്രം ശരിക്കും തുടങ്ങുന്നത് 1917 പൊയ്കയിൽ അപ്പച്ചൻ സ്ഥാപിക്കുന്ന അമരാപുരം ദലിത് കോളനിയാണ്. ഞാൻ ജനിച്ചു വളർന്നത് ഒരു കോളനിക്കകത്താണ്. ഈ കോളനി എന്നുള്ള പേരുകളും കോളനിയിൽ ജീവിക്കുന്ന ആളെന്നുള്ള പേരും ക്ലാസ്സുകൾക്കകത്ത്, പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുന്ന സ്കൂൾ കാലഘട്ടം മുതലുള്ള ക്ലാസ്സുകൾക്കകത്ത് ടീച്ചർമാർക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു കാരണമാണ് നമ്മളതിന്. ആദ്യകാലത്ത് കോളനികളെ പറഞ്ഞിരുന്ന പേരാണിത്. മൊന്ത, ചാള, മാടം എന്നാണ് പറഞ്ഞിരുന്നത്. കുടി ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ചിലപ്പോൾ ചോദിക്കും, ഈ കോളനിക്കകത്ത് നിങ്ങൾക്ക് പുറത്തു വന്നുകൂടെ? എത്തരത്തിൽ പുറത്തു വരും? വളരെ ഈ സൊസൈറ്റിയുടെ കൺസേണിലുള്ള നീറ്റഡ് ആയിട്ടുള്ള വസ്ത്രമൊക്കെ ആയിരിക്കാം. പക്ഷെ സ്കിൻ ടോണിന്റെ ഒരു ഒറ്റ കാരണത്താൽ ആ കുട്ടി കോളനി വേണം എന്നുള്ളൊരു പേരിനകത്തേക്ക് വരികയാണ്. കോളനി വേണം, പൂച്ച, ഈ നമ്മളെ വിളിക്കുന്ന പേരുകളാണ്. അപ്പം ഇവരുടെ ധാരണയിൽ കോളനിയിലുള്ള എല്ലാ മനുഷ്യരും ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ളവരും അവർ ജീവിക്കുന്നത് അസന്മാർഗികമായ രീതിയിലാണെന്നുള്ളൊരു ധാരണയിലാണ് ജീവിക്കുന്നത്. ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം 2009-10 സെൻസസ് റിപ്പോർട്ട് പ്രകാരം 26,198 ദലിത് കോളനികളുണ്ട് എന്നുള്ളതാണ്. അതായത് 2009 and 10 ശേഷം 2025 നിൽക്കുമ്പോഴും യാതൊരുവിധ പഠനങ്ങളും മുന്നോട്ട് നടന്നിട്ടില്ല. നിങ്ങൾ കോളനിയെ കുറിച്ച് പഠിക്കണമെങ്കിലും കോളനിയിലുള്ള മനുഷ്യരെ കുറിച്ച് പഠിക്കണമെങ്കിലും ആദ്യം അറിയേണ്ടത് ആ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് അറിയേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ലാൻഡ് ഓണർഷിപ്പാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഡോക്ടർ മായ പ്രമോദാണ് ദ ക്യൂവിനൊപ്പം ചേരുന്നത്. സ്വാഗതം. ദി സോഷ്യോ എക്കണോമിക് ആസ്പെക്ട്സ് ഓഫ് ദലിത് കോളനീസ് ഓഫ് കേരള, അങ്ങനെ ഒരു വളരെ അധികം ആരും പഠിക്കാത്ത ഒരു വിഷയമാണ് ഗവേഷണത്തിനായി തിരഞ്ഞെടുത്തത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിഷയം പഠനത്തിനായി തിരഞ്ഞെടുക്കുന്നത്? ഒന്നാമതിപ്പം ഞാൻ അത് തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ജനിച്ചു വളർന്നത് ഒരു കോളനിക്കകത്താണ്. ഞാൻ പഠിച്ചു വരുന്ന സമയത്തൊക്കെ തന്നെയും നമ്മൾ ജീവിച്ച പശ്ചാത്തലം കോളനി ആയതുകൊണ്ട് തന്നെ ഈ കോളനി എന്നുള്ള പേരുകളും കോളനിയിൽ ജീവിക്കുന്ന ആളെന്നുള്ള പേരും ക്ലാസ്സുകൾക്കകത്ത്, പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുന്ന സ്കൂൾ കാലഘട്ടം മുതലുള്ള ക്ലാസ്സുകൾക്കകത്ത് ടീച്ചർമാർക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു കാരണമാണ് നമ്മളതിന്. അപ്പം എവിടെയെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ തന്നെ കോളനിയിലെ മനുഷ്യരാന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയോ വിലക്കപ്പെട്ടവരാണ്, അല്ലെങ്കിൽ നമ്മൾ അൺടച്ചബിൾ ആണെന്നുള്ള ഒരു ധാരണയിലാണ് അതെ സൊസൈറ്റി നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്. അപ്പം ഞാൻ സ്കൂളിങ്ങിലൊക്കെ ഞാൻ ഒരു ആവറേജ് വിദ്യാർത്ഥിയാണ്. അതായത് ഞാൻ സ്കൂളിൽ പോകുന്നത് എനിക്ക് എൻ്റെ വീട്ടിലെ കുറേ ഇതിൽ എൻ്റെ അമ്മ പഠിക്കാൻ വിടുന്നു, ഞാൻ പോകുന്നു എന്ന് മാത്രമാണ്. അപ്പം അവിടുന്ന് ഞാനൊരു MG യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൽ എത്തുന്ന സമയത്ത് MPhilന്റെ പ്രോജക്റ്റിന്റെ സമയത്താണ് ഇങ്ങനെ ഒരു വർക്കിനെ കുറിച്ച് ആലോചിക്കുന്നത്. എന്തുകൊണ്ട് ഞാൻ വളർന്നൊരു ചുറ്റുപാടിനെ കുറിച്ച് പഠിച്ചുകൂടാ എന്ന് അന്നത്തെ എൻ്റെ സൂപ്പർവൈസർ ആയിരുന്ന ഡോക്ടർ സനൽ മോഹൻ മാഷിനോട് സംസാരിക്കുകയാണ്. അന്ന് ഞാൻ ചെയ്യുന്നത് നഗരവൽക്കരണത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പഠനമായിരുന്നു. നഗരവൽക്കരണത്തിന് എങ്ങനെയാണ് കോളനി ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നത്, പ്ലേസ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്, ഇതാണ് ഞാൻ നോക്കിയത്. അപ്പം എന്തുകൊണ്ട് നമ്മളെക്കുറിച്ച് പഠിച്ചുകൂടാ എന്നായിരുന്നു. അപ്പം ഞാൻ തിരഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, അതിനെക്കുറിച്ച് 2-3 പഠനങ്ങളെ വന്നിട്ടുള്ളൂ. ഒന്ന് രേണുവേട്ടൻ എഴുതിയ കോളനികളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ആർട്ടിക്കിളാണ്, MR രേണുകുമാർ, കേരളത്തിലും മറ്റും തോന്നുന്നു. പിന്നീടുള്ളത് രേണുവേട്ടൻ്റെ തന്നെ സജീവോത്തമപുരം കോളനിയെ കുറിച്ചിട്ടുള്ള MPhil തീസിസ്. പിന്നെ ശ്രീജിത്തേട്ടൻ എഴുതിയ ഒരു ആർട്ടിക്കിൾ, ശ്രീജിത്ത് പൈതൽ എന്ന് പറഞ്ഞിട്ട് പുള്ളി എഴുതിയ ഒരു ആർട്ടിക്കിള് നെടിയിരുപ്പ് കോളനിയെ കുറിച്ചിട്ട്. ഇത്തരത്തിൽ പിന്നെ നമ്മുടെ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൽ തന്നെ ഉണ്ടായിരുന്ന പ്രമോദ് എന്ന് പറഞ്ഞ ആള് സബോർഡിനേറ്റഡ് എന്നുള്ളൊരു രീതിക്ക് ഒരു ടൈറ്റിൽ വെച്ചിട്ട് കോളനികളെ കുറിച്ച് ചെയ്തൊരു പഠനം. ഇത്രയേ ഉള്ളൂ കോളനികളെ കുറിച്ചിട്ടുള്ളൊരു പഠനമുള്ളൂ. അതല്ലാതെ ഇപ്പം ഞാനൊരു ഹിസ്റ്ററി വിദ്യാർത്ഥിയാണ്. ചരിത്രത്തിൽ എവിടെ നോക്കിയാലും നമ്മൾ എല്ലാത്തിനെയും കുറിച്ച് പഠിക്കുന്നുണ്ട്. രാജവംശത്തെക്കുറിച്ച് പഠിക്കുന്നു, മഹാന്മാരെ കുറിച്ച് പഠിക്കുന്നു, മൂവ്മെന്റുകളെ കുറിച്ച് പഠിക്കുന്നു, ഇതെല്ലാം പഠിക്കുന്നുണ്ട്. പക്ഷെ ഈ മൂവ്മെന്റുകൾക്കകത്ത് ദലിത് മൂവ്മെന്റുകൾ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾ നടത്തിയിട്ടുള്ള മൂവ്മെന്റുകൾ എവിടെ പ്ലേസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ എങ്ങും നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ഏറ്റവും പാർശ്വവൽകൃതരായ സമൂഹത്തിലെ മനുഷ്യരെ കുറിച്ചിട്ടോ അവരുടെ ചരിത്രത്തെ കുറിച്ചിട്ടോ അവർ ജീവിക്കുന്ന ലീവ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളെ കുറിച്ചിട്ടോ എവിടെയും ഒരു പഠനമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പഠനത്തെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. ഈ കോളനി ജീവിതങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവിൽ അതിനെ ഡീമനൈസ് ചെയ്യുന്നൊരു രീതി കാണാനുണ്ട്. കോളനിയിൽ താമസിക്കുന്ന അക്രമികളും ഗുണ്ടകളും ഒക്കെ താമസിക്കുന്ന ഒരു പ്രദേശമായി അതിനെ കാണുന്നുമുണ്ട്. ഇപ്പോൾ മായ നടത്തുന്ന ഒരു പഠനത്തിൽ കോളനികളെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് പൊതുവായി ഒന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ ഞാൻ 2014 എൻ്റെ PhD സ്റ്റാർട്ട് ചെയ്യുന്നത്. MPhilന് ഞാൻ പഠിക്കുന്നത് ചങ്ങനാശ്ശേരിയെ കുറിച്ചിട്ടായിരുന്നു. ചങ്ങനാശ്ശേരിയാണ് എൻ്റെ സ്വദേശം. ചങ്ങനാശ്ശേരിയിലെ 3 കോളനികളെ എടുത്തിട്ടാണ് പഠനം നടത്തിയത്.
അപ്പം ഇത് ഈ പഠനത്തിനെ കണ്ടിന്യൂ ചെയ്തു പോകണമെന്ന് തീരുമാനിക്കാൻ ഒരു കാര്യം, ഞാൻ എംഫിലിന് പഠിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് അവിടെ ഒരു റിസർച്ച് സ്കോളേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. സനൽ മോഹൻ മാഷ്, ഡോക്ടർ യേശുദാസൻ മാഷ്, ഗിവർഗീസ് കുർലോസച്ചൻ, ഇവരൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോം ഒരു കൊളോക്യം നടത്തുന്നുണ്ട് എറണാകുളത്ത്, ഒരു ഇൻ്റർനാഷണൽ കൊളോക്യം. ഒരുപാട് അക്കാഡമീഷ്യൻസ്മാർ ഇന്ത്യക്ക് പുറത്തുനിന്നും അകത്തുനിന്നും എല്ലാം വന്നിട്ടുണ്ടായിരുന്ന ഒരു കൊളോക്യം. അതിൽ നമ്മുടെ കമ്മ്യൂണിറ്റി എന്നുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്. പക്ഷെ ആ ഒരു പ്ലാറ്റ്ഫോമും ആ ഒരു കൊളോക്യവുമാണ് കംപ്ലീറ്റ്ലി എന്നെ ചേഞ്ച് ചെയ്യുന്നത്. അവിടെ ഞാൻ ഭയങ്കര അക്കാഡമിക് ആയിരുന്നു എന്നല്ല പറയുന്നത്, മറിച്ച് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷനകത്ത് ദലിത് കമ്മ്യൂണിറ്റി എന്നുള്ളവർ വളരെ കഷ്ടപ്പെട്ട് വരുന്നു എന്നുള്ളതിൻ്റെ ഉത്തരമായിരുന്നു അതെന്ന് പറയുന്നത്. ഷിബി പീറ്റർ ആയിരുന്നു അതിൻ്റെ ഒരു കോർഡിനേറ്റിംഗ് പവറിലുണ്ടായിരുന്നത്, ഡോക്ടർ ജെൻഡിൽ വർഗീസ്, ഡോക്ടർ ജസ്റ്റിന്, അങ്ങനെ കുറേ പേര്. അപ്പോൾ എനിക്കത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു പേപ്പർ, കോളനിയെക്കുറിച്ചൊരു പേപ്പർ സംസാരിക്കുന്നത്. അപ്പോൾ അതിന് നല്ല റെസ്പോൺസാണ് കിട്ടിയത്. ഇന്ത്യയിൽ പ്രമുഖരായിട്ടുള്ള സൂസി താരു അടക്കമുള്ളവരിയ്ക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. അന്ന് സൂസി താരു പറയുന്നുണ്ട്, സനൽ മോഹൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ ഈ പഠനം പിൽക്കാലത്ത് നിങ്ങൾക്കൊരു അസറ്റായിരിക്കും, ഇത് നിങ്ങൾക്കൊരിത് കൊണ്ടുതരുമെന്ന് മാം പറയുന്നുണ്ട്. ഞാൻ പോലും ചിന്തിച്ചിട്ടില്ല അത് അങ്ങനത്തെ ഒരു വ്യൂവിൽ ഇത് ഇങ്ങനെ തന്നെ വരും എന്നാണ് മാം പറയുന്നത്. ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സമയത്താണ് എനിക്ക് തോന്നിയത് കോളനികളെ കുറിച്ചിട്ട് എങ്ങനെ പഠിക്കാം. അപ്പം ഞാൻ അതിനെ ഡിവൈഡ് ചെയ്തു. എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് നോക്കിയത്. ശേഷം എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ എൻ്റെ അമ്മയോട് ഞാൻ ഇങ്ങനെ പഠിക്കുകയാണെന്നൊന്നും അല്ല പറയുന്നത്, അമ്മയ്ക്ക് എങ്ങനെയാണ് കോളനികളിൽ നിന്നുള്ള ജീവിതത്തെ തോന്നിയിട്ടുള്ളത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പം അമ്മ എന്നോട് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം തൊട്ടുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു. എനിക്ക് ഓർമ്മയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ തോന്നിയപ്പം ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ യൂട്യൂബ് നിങ്ങൾ എടുക്കുക, നമ്മൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇട്ടുള്ള ഇൻസ്റ്റഗ്രാം. ഇതൊക്കെ നമ്മൾ എടുക്കുമ്പം ഒരു വളരെ കറുത്ത സ്കിൻ ടോണിലുള്ള ഒരു കുട്ടി, അല്ലെങ്കിൽ ബാക്കിൽ ഒരു വീട്, ഒരു പ്രദേശം എന്ന് പറയുന്നത് വളരെ ക്രൗഡഡ് ആയിട്ടുള്ള വളരെ ചെറിയൊരു വീടായിട്ടുള്ള ഒരു സ്പേസിൽ നിന്നുകൊണ്ട് ഒരു കുട്ടി വീഡിയോ ചെയ്യുക, അല്ലെങ്കിൽ അവളുടെ വസ്ത്രധാരണം വേറൊരു തരത്തിലാണ്, വളരെ ഈ സൊസൈറ്റിയുടെ കൺസേണിലുള്ള നീറ്റഡ് ആയിട്ടുള്ള വസ്ത്രമൊക്കെ ആയിരിക്കാം. പക്ഷെ സ്കിൻ ടോണിൻ്റെ ഒരു ഒറ്റ കാരണത്താൽ ആ കുട്ടി കോളനി വേണം എന്നുള്ളൊരു പേരിനകത്തേക്ക് വരികയാണ്. കോളനി വേണം, പൂച്ച, കാക്ക, ഈ നമ്മളെ വിളിക്കുന്ന പേരുകളാണ്. അപ്പം ഇങ്ങനെ കാക്ക, ഇത്തരത്തിൽ നമ്മളെ കോൾ ഫോർ ചെയ്യാണ്. ഇതിൽ കോളനി വേണം എന്നുള്ളൊരു പേരാണ് ഏറ്റവും സ്ലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത്. അപ്പം ഇവരുടെ ധാരണയിൽ കോളനിയിലുള്ള എല്ലാ മനുഷ്യരും ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ളവരും അവർ ജീവിക്കുന്നത് അസന്മാർഗികമായ രീതിയിലാണെന്നുള്ളൊരു ധാരണയിലാണ് ജീവിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിനകത്തുള്ള ദലിത് കോളനികളുടെ മൊത്തത്തിലുള്ള എണ്ണം എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം 2009-10 സെൻസസ് റിപ്പോർട്ട് പ്രകാരം 26,198 ദലിത് കോളനികളുണ്ട് എന്നുള്ളതാണ്. അതായത് 2009 and 10 ശേഷം 2025 നിൽക്കുമ്പോഴും യാതൊരുവിധ പഠനങ്ങളും മുന്നോട്ട് നടന്നിട്ടില്ല. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയിട്ടുള്ള കുറച്ച്, ഡോക്ടർ അനിൽകുമാർ നടത്തിയിട്ടുള്ള ചില പഠനങ്ങൾ ഒഴികെ വേറെ ഒന്നും നമുക്ക് വന്നിട്ടില്ല. ശിവാനന്ദൻ മാഷിനെ പോലുള്ളവരും ചെയ്തിട്ടുണ്ട്. അതൊരു റിപ്പോർട്ട് എന്നുള്ള രീതിക്കാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഇത്തരം പാർശ്വവൽക്കൃതപ്പെട്ട സമൂഹത്തിലുള്ളവരെ നമ്മൾ എംപവർ ചെയ്യേണ്ടുന്നതിനെ കുറിച്ചിട്ടാണ് വരുന്നത്. അതല്ലാതെ എങ്ങനെ ഇതിനെക്കുറിച്ചിട്ട് പഠിക്കണം. ഞാൻ പറയുന്നത്, നിങ്ങൾ കോളനിയെക്കുറിച്ച് പഠിക്കണമെങ്കിലും കോളനിയിലുള്ള മനുഷ്യരെക്കുറിച്ച് പഠിക്കണമെങ്കിലും ആദ്യം അറിയേണ്ടത് ആ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് അറിയേണ്ടത്. അവരെങ്ങനെ അവിടെ ജീവിക്കുന്നു, എത്തരത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. വളരെ റിയാലിറ്റി ഉള്ള കാര്യം എനിക്ക് മനസ്സിലായത് കോളനിയുടെ പഠനത്തിലേക്ക് ഇറങ്ങിയപ്പം, സെൻസസിനകത്തേക്ക്, അല്ലെങ്കിൽ ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് അതാണല്ലോ നമ്മുടെ ഫ്യൂച്ചർ എന്നുള്ളത്. ഒരു ഫ്യൂച്ചറിലെ പൗരന്മാരെന്ന് പറയുന്ന അവരാണ്. ആ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവാണ്. വളരെ കുറവെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. നമ്മുടെ മൊത്തത്തിലുള്ള ഒരു സെൻസസ് റിപ്പോർട്ട് പ്രകാരം 33 ലക്ഷം ജനങ്ങൾ അല്ലെങ്കിൽ ദലിതരായിട്ടുള്ള ജനങ്ങൾ കേരളത്തിനകത്തുണ്ട്. അപ്പൊ ഇതിനകത്തെ വിദ്യാഭ്യാസപരമായിട്ടുള്ള സ്റ്റാറ്റസ് തന്നെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് പരിശോധിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കേവലം ഒരു വോട്ട് ബാങ്കിങ് എന്നുള്ള രീതിക്ക് ഇവിടുത്തെ ദലിത് കോളനികളെ നിലനിർത്താനും പറ്റില്ല. അപ്പൊ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊരു വലിയ റിയാലിറ്റിയാണ് ഈ കോളനികളുടെ പഠനത്തിനകത്ത്. വിദ്യാഭ്യാസം എങ്ങനെയാണ്, ലാൻഡിന്റെ ഓണർഷിപ്പ് എങ്ങനെയാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ലാൻഡ് ഓണർഷിപ്പാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ലാൻഡ് എന്ന് പറയുന്നത് കേവലം ഒരു അസറ്റ് അല്ല, അതൊരു പൊളിറ്റിക്കൽ അസറ്റാണ്. ആ പൊളിറ്റിക്കൽ അസറ്റ് ഇല്ലാതെ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു കൂട്ടം മനുഷ്യർക്ക് മുന്നോട്ട് മൂവ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാര്യം ഭൂമി എന്നത് ഒരു വിഭവമാണ്, ഒരു സോഷ്യൽ ക്യാപിറ്റലാണ്, മണിയാണ്, ഇക്കണോമിക് ക്യാപിറ്റലാണ്. ഇതില്ലാതെ എങ്ങനെയാണ് ഒരു സൊസൈറ്റിക്കകത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക?
ഇത്തരത്തിലാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. പലതരത്തിലുള്ള റിയാലിറ്റികളുണ്ട്. ഇപ്പം പഞ്ചായത്തുകളുടെ നമ്മൾ കണക്കുകൾ എടുത്തു കഴിയുമ്പോൾ വീടുകളുടെ പരിശോധനകൾ, ഇതെല്ലാം ഗവൺമെന്റിന് കണക്കാണ്. ഇത് നമ്മളായിട്ട് ഉണ്ടാക്കുന്ന കണക്കുകളല്ല. പിന്നീട് നമ്മൾ കാണുന്ന കണക്കുകൾ വേറെയുണ്ട്. ഇപ്പൊ കുന്നംകുളം നായാടി കോളനിയൊക്കെ ആദ്യ കാലങ്ങളിൽ വന്നിട്ടുള്ള കോളനികളാണ്. പക്ഷെ ആ കോളനിക്കകത്ത് നായാടികളായിട്ടുള്ള മനുഷ്യര് 10-15 കുടുംബങ്ങളെ ഒരു ഇടത്തും ഇല്ലാതെ അവരൊരു പബ്ലിക് സ്പേസിനകത്ത് ഈ ടർപ്പായി കെട്ടി ജീവിച്ച മനുഷ്യരുണ്ട്. അവർക്ക് റേഷൻ കാർഡ് കിട്ടുന്നത് എപ്പോഴാണ്? 2010 ശേഷം, അല്ലെങ്കിൽ 2008-നും 2010-നും ഇടയ്ക്കാണ് കിട്ടുന്നത്. നമ്മൾ ജീവിക്കുന്ന ഒരു ഡെമോക്രാറ്റിക് ഇന്ത്യയിലെ ജീവിക്കുന്ന ദലിതരായിട്ടുള്ള ആദിവാസികളായിട്ടുള്ള മനുഷ്യരുടെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. കോളനികളിൽ ജീവിക്കുന്നു എന്നുള്ളതിന്റെ ഒരൊറ്റ ഇതില്. അപ്പൊ ഇത്തരത്തിൽ ജീവിക്കുന്ന കുറേയധികം മനുഷ്യരുണ്ട് കോളനിക്കകത്ത്. എന്താണ് നടക്കുന്നത്? എങ്ങനെയാണ് നമ്മളുടെ കുട്ടികൾ ജീവിക്കുന്നത്? കുട്ടികൾ എങ്ങനെ പഠിക്കണം? എത്തരത്തിലാണ് പഠിക്കേണ്ടത്? ഇതിനെക്കുറിച്ചൊന്നും ധാരണയില്ലാതെ പോകുന്ന മനുഷ്യരുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചൊരു ധാരണ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ലോക്കൽ പവർ അല്ലെങ്കിൽ ലോക്കൽ പവർ സിസ്റ്റം എന്താണോ അത് വർക്ക് ചെയ്യണം. ഇത് വർക്ക് ചെയ്യുന്നില്ല. ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കോളനി ഉണ്ടായി 107-108 വർഷത്തെ ചരിത്രത്തിനകത്തും കോളനികൾ നിൽക്കുന്നത് 2.5 സെന്റ് അല്ലെങ്കിൽ 3.5 സെന്റ് ഭൂമിക്കകത്താണ്. ലൈഫിന്റെ വീടുകൾ വരുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഈ വീടുകൾക്ക് എത്ര പേർക്ക് പോകുന്നുണ്ട് എന്നുള്ളത് കണക്കുകളുണ്ട് ഇവിടെ. അപ്പൊ അത് പരിശോധിക്കേണ്ടിയിരിക്കുന്ന ഒരു കാരണമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു നൂറ്റാണ്ടിന് മേലായി വെറും ഒരു 100 വർഷത്തിന്റെ ചരിത്രമാണ് ഈ കോളനികൾക്കുള്ളത്. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഒരു സാമൂഹ്യ ജീവിതം എന്ന മട്ടിൽ അതിനെ കാണാൻ കഴിയുള്ളൂ. അതിനുശേഷം സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഈ പറയുന്നത് പോലെ 3 സെന്റ് കോളനികളും ലക്ഷം വീട് കോളനികളും അതുപോലെ തന്നെ പട്ടം കോളനികളും ഒക്കെ വരുന്നത്. ഇത്തരം കോളനികളിലേക്കൊക്കെ ദളിത് ജനതയെ കൊണ്ടുവന്ന് അവരെ ഒരുമിച്ച് താമസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ഈ പറഞ്ഞതുപോലെ ഒരു സോഷ്യൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഈ ഒരു ഭൂവിഭവ അധികാരം എന്ന് പറയുന്നത് കൃത്യമായി അവർക്ക് കിട്ടുന്നില്ല എന്നൊരു സംഗതിയുണ്ട്. അത് ഷെയർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ഒരു കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരു ഉയർച്ച അല്ലെങ്കിൽ ഒരു പുരോഗതി ഈ ഒരു സമൂഹത്തിന് ഉണ്ടാവുന്നുണ്ട് ഈ കോളനികളിൽ. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഒരു കോളനി എന്ന് പറയുന്നത് കോളനികൾ എന്നുള്ള പേരായിരുന്നില്ല. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ കോളനികളുടെ ഒരു ഫോർമേഷനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഇതിനെ ആൻസർ ചെയ്യാൻ പറ്റുന്നത്. അതായത് കോളനികളുടെ ഒരു ചരിത്രം തുടങ്ങുന്നത് ഇപ്പൊ മാധ്യമത്തിൽ ബിജുരാജൊക്കെ അതിനെ കവർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് പഠനം ഒരു നല്ല പഠനമായിരുന്നു. കുറച്ചുകൂടെ ക്ലാരിറ്റിയോടുകൂടി നമുക്കൊക്കെ തന്നെ റിസോഴ്സ് ആയിട്ടുള്ള ഒരു പഠനമായിരുന്നു. കോളനികളുടെ ചരിത്രം തുടങ്ങുന്നത് സർക്കാർ കണക്ക് പ്രകാരം അല്ലെങ്കിൽ ബിജുരാജ് അടക്കമുള്ള ഒരു മെൻഷൻ ചെയ്തിരിക്കുന്നത് 1919 ചാലക്കുടി പുലിയ കോളനി എന്നുള്ളതാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും കോളനികളുടെ ചരിത്രം തുടങ്ങിയിട്ടുള്ളത് പൊയ്കയിൽ അപ്പച്ചനിൽ നിന്നും അയ്യങ്കാളിയിൽ നിന്നും തന്നെയാണ്. കോളനി എന്നുള്ളൊരു ടേം യൂസ് ചെയ്യുന്നത് കുറുമ്പൻ ദൈവത്താനാണ്. പ്രജാസഭ പോലുള്ളൊരു ഇതിനകത്ത് കോളനി എന്ന് വിളിക്കാമെന്നാണ് പറയുന്നത്. ഇപ്പം പലപ്പോഴും നമ്മൾ സ്റ്റൈബൻഡിന്റെ കാര്യമൊക്കെ സംസാരിക്കുമ്പോൾ റിസർവേഷൻ എന്നുള്ളൊരു സബ്ജക്റ്റ് വരുന്ന സമയത്ത് സ്റ്റൈബൻഡിന്റെ കാര്യം സംസാരിക്കുമ്പോൾ പറയും, ഞങ്ങളാണ് സ്റ്റൈബൻഡ് കൊണ്ടു തന്നത്, നിങ്ങൾ അതുകൊണ്ടാണ് ഇപ്പോൾ വാങ്ങിച്ച് പഠിക്കുന്നത്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇത് കിട്ടുന്നത് ഇതാണ്. മനസ്സിലാക്കേണ്ടത് ഇതൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയൊന്നുമല്ല. ഇത് ഭരണഘടന റൈറ്റ്സ് ചെയ്യുന്ന ഒരു സമൂഹം എങ്ങനെ ജീവിച്ചിരുന്നു, അവർ കാലാകാലങ്ങളായിട്ട് ജീവിച്ചിരുന്നത് എങ്ങനെയാണ്, ആ ജീവിച്ചിരുന്ന പരിസരത്ത് നിന്നും ആ സമൂഹം മുന്നോട്ട് വരണമെങ്കിൽ ഇത്തരത്തിൽ സ്റ്റേറ്റിന്റെ സപ്പോർട്ട് കൂടിയേ പറ്റൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സിസ്റ്റമാണിത്. ആ സിസ്റ്റത്തിനകത്ത് ഒരു സോഷ്യൽ സിസ്റ്റം, ആ സിസ്റ്റത്തിനകത്ത് എങ്ങനെയാണ് ആൾക്കാർ പ്ലേസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഈ സ്റ്റൈബൻഡ് എന്നുള്ളൊരു സംഭവം പോലും കൊണ്ടുവരുന്നത് അപ്പച്ചനെ പോലുള്ളവരും പൊയ്കയിൽ അപ്പച്ചനെ പോലുള്ളവരും അയ്യങ്കാളിയെ പോലുള്ളവരും കുറുമ്പൻ ദൈവത്താനെ പോലുള്ളവരുമാണ്. ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് കുട്ടികൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് യൂണിഫോം ധരിക്കണം എന്നുണ്ടെങ്കിൽ, അവർക്ക് വസ്ത്രമില്ല, യൂണിഫോം ധരിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് അന്നത്തെ ഗവൺമെന്റ് ആരാണോ, തിരുവിതാംകൂർ ഗവൺമെന്റ് ആണെങ്കിൽ അവരൊരു ചെറിയ സഹായം കൊടുക്കണം, പഠിക്കാനുള്ള സഹായം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പല നിവേദനങ്ങൾ പരിശോധിച്ചാൽ കാണാം ആർക്കൈവ്സുകളിൽ. അപ്പൊ ഇത്തരത്തിലാണ് സ്റ്റൈബൻഡിന്റെ ഒരു ചരിത്രം തുടങ്ങുന്നത് തന്നെ. ഇതിൽ കോളനിയുടെ ചരിത്രം ശരിക്കും തുടങ്ങുന്നത് 1917 പൊയ്കയിൽ അപ്പച്ചൻ സ്ഥാപിക്കുന്ന അമരാപുരം ദലിത് കോളനിയാണ്. അമരാപുരം ദലിത് കോളനി നമുക്ക് പറയാൻ പറ്റില്ല, സഭയുടെ ഒരു കോളനി. ഇതാണ് കോളനിയുടെ ചരിത്രം. PRDSന്റെ കോളനി. അമരാപുരം ഒരുമിച്ച് വരുന്നു, ഇരവിപേരൂർ വരുന്നു. അതിനുശേഷം 17-ന് ശേഷം 19-ലാണ് സർക്കാർ മുൻകൈ എടുത്തിട്ട് ഒരു കോളനി വരുന്നത്. അതിനു മുൻപുള്ള ജീവിതം എങ്ങനെയായിരുന്നു ഇവിടുത്തെ ദലിതരുടെ, അല്ലെങ്കിൽ സ്ലേവറിയിൽ അടിസ്ഥാനപ്പെട്ട് നിന്നിരുന്ന ഒരു ജനതയുടെ ഒരു ജീവിതം? അപ്പം ആൾക്കാർ ചോദിക്കാറുണ്ട് സ്വാഭാവികമായിട്ടും, അന്ന് ഒരുമിച്ചല്ലേ ജീവിച്ചിരുന്നത്? ഒരുമിച്ചല്ല. അന്ന് ജാതിയിൽ അധിഷ്ഠിതമായിരുന്ന ഒരു സമൂഹത്തിനകത്ത് നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും അടിമത്തത്തിലാണ് നിലനിൽക്കുന്നത്. അപ്പൊ അവരെങ്ങനെയാ ജീവിക്കുന്നത്? അവരൊരു ഫ്യൂഡൽ പ്രഭുവിന്റെ അല്ലെങ്കിൽ ഒരു നായർ കുടുംബത്തിന്റെ അടിമയാണ്. അവരെന്താണോ തീരുമാനിക്കുന്നത് ആ പാടത്തിന്റെ അരികിൽ ഒരു മൊന്ത കെട്ടി അല്ലെങ്കിൽ ഒരു ചാള, മാടം
ഇത്തരത്തിൽ കെട്ടി. ആദ്യകാലത്ത് കോളനികളെ പറഞ്ഞിരുന്ന പേരാണിത്. മൊന്ത, ചാള, മാടം എന്നാണ് പറഞ്ഞിരുന്നത്. കുടി ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ഈ കുടിക്കകത്ത് ഒരു പാടത്ത് ചേറുകുത്തി അതൊരു പുല്ലുമേഞ്ഞോ ഓലമേഞ്ഞോ അതിനകത്താണ് ജീവിച്ചിരുന്നത്. ഈ പാടം മറ്റൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ആ പാടത്തിനോടൊപ്പം തന്നെ ഈ തൊഴിലാളികളെന്ന് പോലും പറയാൻ പറ്റില്ല, അത്രയും ജീവിതാവസ്ഥയാണ് അവരുടേത്, അവരെയും കൂടെ കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ഇവിടുന്നാണ് നമ്മൾ ഡെമോക്രാറ്റിക് സ്പേസിനകത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മിനിസ്ട്രിക്ക് മുൻപ് തന്നെ ഇത്തരം ഒരു കൈമാറ്റങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പണ്ടാരപ്പാട്ട വിളംബരം ഈ ഇതിനകത്തൊക്കെ ഇങ്ങനെ ഒരു വരുന്നുണ്ട്. പക്ഷെ ഈ പണ്ടാരപ്പാട്ട വിളംബരത്തിൽ പോലും ഭൂമി പാട്ടത്തിന് കൊടുക്കാൻ പെട്ട ഒരു ആൾക്കാരായിരുന്നില്ല ഇവിടുത്തെ പുലയരും പറയരും അല്ലെങ്കിൽ മറ്റുള്ള കമ്മ്യൂണിറ്റികളൊന്നും തന്നെ. അപ്പൊ ഇത്തരത്തിലാണ് കോളനികളുടെ ആദ്യകാല ചരിത്രം എന്ന് പറയുന്നത്. നമ്മൾ 1919 ശേഷം 19 നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചിൻ സ്റ്റേറ്റിനകത്താണ് ആദ്യത്തെ കോളനി വരുന്നത്, ചാലക്കുടി പുലയ കോളനി എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഇന്നതിൽ KR പുരം എന്നുള്ള ഒരു പേരിലാണ് ഇന്ന് നിലനിൽക്കുന്നത്. നമ്മൾ അവിടുന്ന് ആ ഇന്നത്തെ കോളനിക്കകത്തേക്ക് വന്നാൽ നമുക്ക് മനസ്സിലാവും എന്താണ് റിയാലിറ്റി എന്ന് മനസ്സിലാവും. അപ്പം ഈ കോളനികളുടെ ചരിത്രത്തിൽ ആരും എവിടെയും മെൻഷൻ ചെയ്യില്ല ഇവരാണ് കോളനി കൊണ്ടുവന്നെന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളല്ലേ കോളനി കൊണ്ടുവന്നേ, പിന്നെ എന്തിനാ നിങ്ങൾ ഇതിനെ കുറ്റം പറയണമെന്ന് ചോദിക്കും. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, കോളനി കൊണ്ടുവന്നത് ഇവരാണെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ ജാതി അവസ്ഥയിൽ അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു സമുദായത്തിന് സാംസ്കാരികമായ ഒരു ഒരുമിച്ച് ചേരൽ ആവശ്യമായിരുന്നു. ആ ഒരുമിച്ച് ചേരലിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് സാമൂഹിക രൂപീകരണത്തിലൂടെ ഒരു സാമ്പത്തിക രൂപീകരണം ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അയ്യങ്കാളി പ്രജാസഭയിൽ പറയുന്നത് പൊതുവൽ ഭൂമികൾ വിട്ടുകൊടുക്കണം, ആ ഭൂമികൾ വാസസ്ഥലത്തിനായിട്ട് വിട്ടുകൊടുക്കണം പറയുന്നത്. അതുപോലെ തന്നെ പൊയ്കയിലപ്പച്ചൻ അത്തരം ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം കോളനി കൊണ്ടുവരുന്നത്. അപ്പൊ അന്ന് നമ്മൾ കാണുന്ന കോളനികൾ എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന 2 സെന്റ് ജാതി കോളനി അല്ല. അന്ന് കാണുന്ന ഭൂമി എന്ന് പറയുന്നത് മിനിമം ഒരു കുടുംബത്തിന്റെ കയ്യിൽ 50 സെന്റ് ഭൂമിക്ക് അടുത്തുണ്ടാവും. അതിൽ അവര് 25 സെന്റിനകത്തായിരിക്കും താമസിക്കുക. ബാക്കി 75 സെന്റും അല്ലെങ്കിൽ ബാക്കി 25 സെന്റും അവര് കൃഷിക്ക് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ അപ്പച്ചന്റെ കോളനിയുടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അമരാപുരത്തെ കോളനി എന്ന് പറയുന്നത് അപ്പച്ചൻ ഉഴിയവേല ചെയ്തിട്ടാണ് വാങ്ങിക്കുന്നത്. സ്രാമ്പി എസ്റ്റേറ്റിനകത്ത് അപ്പച്ചന്റെ അനുയായികളുമായിട്ട് ഉഴിയവേല ചെയ്തിട്ട് ഈ കോളനി വാങ്ങിക്കുന്നു. ഈ കോളനിക്കകത്ത് സ്കൂൾ കൊണ്ടുവരുന്നു, തൊഴിൽ ചെയ്യാനുള്ള തൊഴിൽശാലകൾ കൊണ്ടുവരുന്നു. ഇത് ജാനമ്മയമ്മയാണ് പിന്നീട് നടത്തുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. പുതിയ തൊഴിലുകൾ പഠിപ്പിക്കുക. ഇവര് അഗ്രികൾച്ചർ ലേബേഴ്സ് ആണ്. ഇവരെ പുതിയ തൊഴിലുകൾ പഠിപ്പിക്കാൻ ഈ ഗവൺമെന്റിന്റെ സപ്പോർട്ടോടു കൂടി പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലാണ് ആദ്യകാലത്തുള്ള കോളനികൾ പോയിട്ടുള്ളത്. ഇനി നമ്മൾ കണ്ടംപററി ആയിട്ടുള്ള കോളനിയിലേക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ ചോദിക്കും, ഈ കോളനിക്കകത്ത് നിങ്ങൾക്ക് പുറത്തു വന്നുകൂടെ? എത്തരത്തിൽ പുറത്തു വരും? കോളനികൾ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? ഏതെങ്കിലും കോളനി നിങ്ങൾ പൊതു സൊസൈറ്റിക്കകത്ത് നിങ്ങളൊക്കെ അല്ലെങ്കിൽ ഞാൻ അടക്കം ഇപ്പൊ താമസിക്കുന്ന ഒരിടത്തിനകത്ത് ഏറ്റവും പബ്ലിക് ആയിട്ടുള്ള ഒരു സ്പേസിനകത്ത് ഏതെങ്കിലും ഒരു കോളനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? ഒരു ദലിത് കോളനി നമ്മൾ കാണും, ഹൗസിംഗ് കോളനികൾ കാണും, അല്ലെങ്കിൽ വില്ല പ്രൊജക്ടുകൾ കാണും. അതല്ലാതെ ഒരു ദലിത് കോളനി, ഒരു ആദിവാസി കോളനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ആ കോളനികളെല്ലാം നിലനിൽക്കുന്നത് ചതുപ്പ് നിലങ്ങൾക്കകത്തും മല ഏരിയകൾക്കകത്തും ഏറ്റവും വേണ്ടാത്ത കോളനി സ്ഥലങ്ങൾക്കകത്തായിരിക്കും നിലനിൽക്കുന്നത്, ചേരി പ്രദേശങ്ങൾക്കകത്ത് നിലനിൽക്കുന്നത്. അപ്പൊ ഇത്തരത്തിലാണ് ഇന്നത്തെ കാലത്തെ കോളനികൾ നിൽക്കുന്നത്. അപ്പൊ ഈ കോളനിക്കകത്തുനിന്ന് പുറത്തു വരണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ സമുദായം വിദ്യാഭ്യാസപരമായി ഒരു കുടുംബം മുന്നോട്ട് പോകണം. ആ വിദ്യാഭ്യാസത്തിലൂടെ അവർക്ക് ലഭിക്കുന്ന കൾച്ചറൽ ക്യാപിറ്റലിനെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റണമെന്നല്ല, സൊസൈറ്റിക്കും ഗവൺമെന്റിനും അത് ഉപയോഗിക്കാൻ പറ്റണം. അതിനകത്തേക്ക് പോകാൻ ഈ കമ്മ്യൂണിറ്റിക്ക് സാധിക്കുന്നില്ല. അത് കേവലം കമ്മ്യൂണിറ്റിയുടെ മാത്രം പ്രശ്നമല്ല, ഈ സൊസൈറ്റിക്കകത്ത് നിലനിൽക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നം കൂടിയാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റമാണത്. ആ സിസ്റ്റത്തിന്റെ പ്രശ്നം കൂടിയാണ്. അത് ബ്രേക്ക് ചെയ്യുന്നത് എവിടെയാണോ അവിടെ മാത്രമേ ഇത്തരം ഒരു എംപവർമെന്റ് ഉണ്ടാവുകയുള്ളൂ. ആദ്യകാല കോളനികളെ കുറിച്ച് പറയുമ്പോൾ അത് ഒരു ഭൂമിയുടെ ഉടമസ്ഥാവകാശം വരുന്നുണ്ട്. പക്ഷെ അതിന് ഒരു വിനിയോഗത്തിന്റെ അവകാശം മാത്രമേ ഉള്ളൂ. ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ക്രയവിക്രയം എന്നുള്ള അധികാരത്തിലേക്ക് അപ്പോഴും അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം സർക്കാർ തലത്തിലാണ് പിന്നീട് കോളനികൾ രൂപീകരിക്കുന്നത്. അത്തരം കോളനികളിലും ഈ പറയുന്ന പോലെയുള്ള ക്രയവിക്രയ അധികാരങ്ങളോ അവകാശങ്ങളോ ഈ ദളിത് സമൂഹത്തിന് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഭൂപരിഷ്കരണം വരുമ്പോഴാണ് കുറച്ചെങ്കിലും ദളിത് വിഭാഗങ്ങൾക്ക് സ്വന്തം പേരിൽ ഭൂമി കിട്ടുന്നത്. പക്ഷേ ഈ ഭൂപരിഷ്കരണം പിന്നീട് ഇവരുടെ ഒരു പുരോഗമനത്തിന് ഏതെങ്കിലും തരത്തിൽ സഹായിച്ചിട്ടുള്ളതായി ഈ കോളനികളുടെ ഒരു പരിസരത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ, അങ്ങനെ ഒരു പഠനം നടക്കുമ്പോൾ മായയ്ക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം നമ്മൾ ഭൂപരിഷ്കരണത്തിന്റെ കാര്യം പറയുമ്പോൾ പണ്ടാരപ്പാട്ട വിളംബരത്തെ കുറിച്ച് ഞാൻ മുന്നേ പറഞ്ഞു. ഈ പണ്ടാരപ്പാട്ട വിളംബരത്തിന്റെ ഒരു പുതുക്കിയ വേർഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമ്മൾ ഈ ലാൻഡ് ഇൻഫർമേഷൻ ആക്ടിനെ പറയാം. പണ്ടാരപ്പാട്ട വിളംബരം നടത്തുന്നത് എനിക്ക് തോന്നുന്നു മാർത്താണ്ഡവർമ്മയോ മറ്റോ ആണെന്ന് തോന്നുന്നു. കറക്റ്റ് ആണോ എന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല. അതും ആ രാജ്യത്തിന്റെ
ബാധ്യത തീർക്കാൻ വേണ്ടി അതുവരെ ഭൂമി കൊടുത്തിരുന്ന ബ്രഹ്മസം ദേവസ്വം രീതിയിൽ നിലനിന്നിരുന്ന ഭൂമികളെ, രാജഭരണത്തിൽ നിലനിന്നിരുന്ന ഭൂമികളെ ഇവർ പാട്ടത്തിന് കൊടുക്കുകയാണ്. പാട്ടത്തിന് കൊടുക്കുന്ന കമ്മ്യൂണിറ്റികൾ ആരാണ്? അന്ന് പാട്ടത്തിന് എടുക്കുന്ന കമ്മ്യൂണിറ്റികൾ ആരാണ്? അന്ന് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ളവരും മറ്റ് സമുദായത്തിൽ നിന്നുള്ളവരും ഈഴവ വിഭാഗത്തിന് വരെ ഭൂമി കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന് താഴേക്ക് ഭൂമി പാട്ടത്തിന് പോകുന്നില്ല. ശരിക്കും ഈ ഭൂമിക്കകത്തെ യഥാർത്ഥ കൃഷിക്കാരാരാണ്, അല്ലെങ്കിൽ യഥാർത്ഥ തൊഴിലാളികൾ ആരാണ്? ദലിത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ്. പക്ഷെ തൊഴിലാളികൾ, കർഷകര് അതിന് മുൻപ് വരെയുള്ള കമ്മ്യൂണിറ്റികളാണെന്നുള്ള ധാരണയിലാണ് ഭൂമി പോകുന്നത്, പാട്ടത്തിന് പോകുന്നത്. അങ്ങനെ പാട്ടത്തിന് പോയ ഭൂമികൾക്കകത്ത് ഓണർഷിപ്പ് കിട്ടിയ സമുദായങ്ങളാണ് പിന്നീട് ഇവിടെ ഏറ്റവും പവർഫുള്ളായി മാറിയ കമ്മ്യൂണിറ്റികൾ എന്ന് പറയുന്നത്. അത് ഇന്ന സമുദായം എന്ന് പറയുന്നില്ല, എല്ലാ സമുദായങ്ങളും. അതിൽ ദലിത് ആദിവാസികളില്ല. നമ്മൾ ലാൻഡ് റിഫർമേഷൻ ആക്ടിനകത്തേക്ക് വരുമ്പം ലാൻഡ് റിഫർമേഷൻ ആക്ടിന്റെ കണ്ടീഷനൊക്കെ എന്തൊക്കെയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ ഇത്ര ശതമാനം ഭൂമി പാടില്ല, ശരാശരി ഭൂമി ഇത്രയേ പാടുള്ളൂ, ഇത്തരത്തിലായിരുന്നു ലാൻഡ് റിഫർമേഷൻ ആക്ടിന്റെ. ഒരു നായർ സമുദായത്തിന്റെ കയ്യിൽ 112 ഏക്കർ അല്ലെങ്കിൽ സെന്റ് എന്നുള്ള രീതിക്ക് പോയിട്ടുണ്ട് ഭൂമി. അപ്പൊ അവർക്ക് ആ ലാൻഡ് ഓണർഷിപ്പിലേക്ക് ആവാം. ഇപ്പം നമ്മള് ലാൻഡിന്റെ കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞു, ഈ എന്താ പറയാ, കുടികെട്ടി ജീവിച്ചിരുന്ന മനുഷ്യരെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഇവർക്കൊരു ഭൂമിയുടെ ഓണർഷിപ്പ് വന്നാൽ അതിൽ കിട്ടിയ ഭൂമികൾ ചിലവരെങ്കിലും ഉണ്ടാവും, ചില കുടുംബങ്ങളെങ്കിലും ഉണ്ടാവും. പക്ഷെ ഈ ഭൂമിയൊക്കെ അവർക്ക് അവരുടെ കയ്യിൽ നിന്നും തിരിച്ച് പിടിച്ചെടുത്തിട്ടുണ്ട്. കാര്യം ഒരു ശരാശരി കുടുംബത്തിന്റെ ലാൻഡ് ഓണർഷിപ്പ് ഇത്രേ ആകാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴും മറ്റു സമുദായങ്ങളുടെ ലാൻഡ് എടുക്കാൻ പോയിട്ടില്ല. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ ലാൻഡ് ഏറ്റവും കൂടുതൽ കിടക്കുന്നത് നമുക്കറിയാം മലനാടുകൾ അടക്കമുള്ള അല്ലെങ്കിൽ ഇടുക്കി അടക്കമുള്ള പ്രദേശങ്ങൾ ഇതൊക്കെയായിരുന്നു. പക്ഷെ ലാൻഡ് റിഫർമേഷൻ ആക്ടിനകത്ത് വന്നത് കുട്ടനാട് പോലുള്ള പ്രദേശങ്ങളിലെ ഭൂമികളായിരുന്നു. ഈ ഭൂമികൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. മറ്റു ഭൂമികൾ വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ലാൻഡ് കിടക്കുന്ന പ്ലാന്റേഷൻ പോലുള്ള ഇടങ്ങളിലാണ്, തോട്ടം മേഖലകളിലാണ്. പക്ഷെ ഈ ഭൂമികളൊക്കെ ഹാരിസൺ പോലുള്ള പ്ലാന്റേഷനുകൾക്കകത്ത് നിൽക്കുകയും കണ്ണൻദേവൻ അടക്കമുള്ള പ്ലാന്റേഷനകത്ത് നിൽക്കുകയും 100 വർഷം മുൻപേ നമ്മൾ എഗ്രിമെന്റ് ചെയ്ത കരാറിന്മേൽ, ആ പാട്ടത്തിന്മേൽ ഇപ്പോഴും കടന്നു പോകുന്ന ഒരു സ്റ്റേറ്റിനകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലാൻഡ് റിഫർമേഷൻ ആക്ടിനകത്ത് ഇപ്പൊ ലാൻഡ് ബാങ്കിന്റെ കണക്കൊക്കെ നോക്കുകയാണെങ്കിൽ 11 ദശലക്ഷം ഹെക്ടർ ഭൂമി ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെയുള്ള ദലിത് ആദിവാസികൾക്ക് ഭൂമി ഡിവൈഡ് ചെയ്താൽ പോലും ഇതിനകത്ത് ഭൂമിയുണ്ട്. മിനിമം ഒരു കുടുംബത്തിന് 5 സെന്റ് 10 സെന്റ് ഭൂമി കൊടുത്താൽ പോലും ഭൂമി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഈ ഭൂമി ഒരു തരത്തിലും ഡിവൈഡ് ചെയ്ത് കൊടുക്കുവാനോ അല്ലെങ്കിൽ ഇവിടുത്തെ ദലിത് സമുദായങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ ഒരു സെക്കൻഡ് ലാൻഡ് റിഫർമേഷൻ ആക്ട് നടത്തുവാനോ തയ്യാറല്ല. ഇപ്പൊ ലാൻഡ് റിഫർമേഷൻ ആക്ടിനകത്തെ പല ക്ലോസുകളും ലാൻഡ് റിഫർമേഷൻ ആക്ട് നിയമമാകുന്നതിന് മുൻപ് പുറത്താക്കപ്പെട്ട നിയമങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു ട്രസ്റ്റുകളുടെ ഒരു ചരിത്രം തുടങ്ങുന്നത്. ട്രസ്റ്റുകളുടെ ചരിത്രം തുടങ്ങുന്നത് ലാൻഡ് റിഫർമേഷൻ ആക്ട് വരുന്ന സമയത്തോടു കൂടിയാണ്. എത്ര കുടുംബങ്ങൾക്ക് ട്രസ്റ്റുകൾ ഉണ്ടായി, ആ കുടുംബങ്ങളുടെ കീഴിൽ എത്ര ഭൂമികൾ ഉണ്ടായി, എത്ര ഇവിടുത്തെ സമുദായങ്ങൾ, അതായത് പല വിധത്തിലുള്ള മതസമുദായങ്ങൾക്ക് എവിടുന്നാണ് ഇത്രയധികം ഭൂമികൾ വന്നേ? ഈ ഭൂമികളൊക്കെ ഇവര് ഒരു കേവലം പട്ടയത്തോടു കൂടിയോ പൈസ കൊടുത്തോ വാങ്ങിയതല്ലല്ലോ. എങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത്? ഈ ചരിത്രമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ലാൻഡ് റിഫർമേഷൻ ആക്ടിനകത്ത് ഇപ്പം പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ, മിച്ചഭൂമി കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഈ മിച്ചഭൂമിക്കകത്ത് ഒരു 5 സെന്റ് ലാൻഡ് ഉള്ളവന് മിച്ചഭൂമിക്ക് അർഹരല്ല എന്നുണ്ടായിരുന്നു. അർഹരല്ല അവര്. 2.5 സെന്റ് ഭൂമി ഉണ്ടെങ്കിലും അവർ അർഹരല്ല എന്നുണ്ടായിരുന്നു. അപ്പം മറ്റുള്ള കമ്മ്യൂണിറ്റികൾക്കൊക്കെ മിച്ചഭൂമി അവകാശപ്പെട്ടവരും ദലിത് ആദിവാസി സമുദായങ്ങൾ ഈ ഭൂമികൾക്കൊന്നും അവകാശപ്പെട്ടവരല്ലാത്തവരുമായി മാറുന്നിടത്തു നിന്നാണ് കോളനികളുടെ അല്ലെങ്കിൽ ജാതി കോളനികളുടെ ചരിത്രം തുടങ്ങുന്നത്. ഞാൻ കേവലം ജാതി കോളനി എന്ന് ഒരിക്കലും പറയില്ല. ഞാൻ പറയുന്നത് ഒരു ഗെറ്റോയിസേഷനെ പറയുള്ളൂ. ഇത് കംപ്ലീറ്റ്ലി ഒരു സിസ്റ്റം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ട് നടത്തുന്ന സൊസൈറ്റി, ഒരു സമൂഹത്തിനകത്ത്, ഒരു സമുദായത്തിനകത്തേക്ക് ഒരു സമുദായ രൂപീകരണം നടക്കേണ്ട ഒരു കമ്മ്യൂണിറ്റിയെ കംപ്ലീറ്റ്ലി ഗെറ്റോയിസ് ചെയ്യപ്പെടുന്ന ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രോസസ്സിനകത്താണ് കാലാകാലങ്ങളായിട്ട് ദലിത് കമ്മ്യൂണിറ്റി ആണെങ്കിലും ആദിവാസി കമ്മ്യൂണിറ്റികളാണെങ്കിലും ജീവിക്കുന്നത്. ഭൂമിയുടെ കാര്യത്തിൽ ആ ഭൂമി ഉണ്ടെങ്കിൽ മാത്രമേ ഈ സൊസൈറ്റിക്കകത്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഭൂമിയുടെ ഓണർഷിപ്പ് എങ്ങനെ ഉപയോഗിക്കുന്നു നമുക്കൊന്ന് നോക്കാം. പിയറി ബോർദിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ് ഉണ്ട്. എൻ്റെ തീസസിന്റെ ഒരു പ്രധാനപ്പെട്ട തിയറി അതാണ് ബോർദിയോന്റെ തിയറി. ഈ തിയറിയെ കുറിച്ച് ഞാൻ കൂടുതൽ മനസ്സിലാക്കുന്നത് യേശുദാസൻ മാഷിന്റെ എഴുത്തുകളിൽ നിന്നാണ്. ടി എം യേശുദാസൻ മാഷിന്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്ക്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അതിൽ പലരും എഴുതിയിട്ടുണ്ട്, പല വ്യൂവിൽ നിന്നിട്ട്. നിസാർ അഹമ്മദ്, ഡോക്ടർ രാജൻ ഗുരുക്കൾ, ഇവരൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത്
യേശുദാസ് മാഷിൻ്റെയും സനൽ മാഷിൻ്റെയും സണ്ണി മുക്കക്കടിനെ പോലുള്ളവരുടെ ആർട്ടിക്കിളുകളാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മളിപ്പോൾ ഒരു കുടുംബത്തെ എടുക്കുക, 2 കുടുംബങ്ങളെ എടുക്കാം. ഒരു ദളിത് കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു കുടുംബത്തെയും ഒരു അതർ കമ്മ്യൂണിറ്റി എന്നുള്ള, അത് ഏത് കമ്മ്യൂണിറ്റി ആണെന്നൊന്നും വേണ്ട, ഒരു അതർ കമ്മ്യൂണിറ്റി എന്നുള്ള കുടുംബത്തെയും. ഈ ദളിത് കമ്മ്യൂണിറ്റിയുടെ കയ്യിലുള്ള ഒരു കുടുംബത്തിന്റെ ശരാശരി ലാൻഡ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു 3 സെന്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്തു. അവർ ജീവിക്കുന്ന 5 സെന്റ് പരമാവധി. അവർ ജീവിക്കുന്നത് ഏറ്റവും എന്താ പറയുന്നത്, ഏറ്റവും ഗെറ്റോയിസ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലത്താന്ന് വിചാരിച്ചോ. കംപ്ലീറ്റ്ലി നമ്മൾ പുറന്തള്ളപ്പെട്ട ഒരു ഭൂമിക്കകത്ത് ഒരു മുഖ്യധാരാ പ്രദേശത്ത് നിന്ന് മാറി നിന്ന് അവർ ജീവിക്കുകയാണ്. ഇവിടെ അതേസമയം ജീവിക്കുന്ന അവർക്കൊരു മിനിമം ലാൻഡ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു 50 സെന്റ് ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ഈ 50 സെന്റ് ഭൂമിയിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിന്റെ അവർക്കൊരു മകനോ മകളോ ഉണ്ടെങ്കിൽ അവർ ആ വിദ്യാഭ്യാസത്തെ നേടിയെടുക്കാൻ പോകുന്നത് അവരുടെ കയ്യിലുള്ള ലാൻഡ് വെച്ചുകൊണ്ടായിരിക്കും. ആ ലാൻഡിനെ അവർ പലതരത്തിൽ ഫൈനാൻഷ്യൽ സംവിധാനങ്ങളിലേക്ക് മാറ്റും. അത് ലോൺ ആവാം, അല്ലെങ്കിൽ വിൽക്കുന്ന ഭൂമിയാവാം. ഇതിനെയൊക്കെ വെച്ചുകൊണ്ട് അവർ വിദ്യാഭ്യാസത്തെ വിലയ്ക്ക് വാങ്ങുകയുണ്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം എടുക്കുകയാണ് ചെയ്യുന്നത്. അത് പലതരത്തിലാവാം. പക്ഷെ ഇവിടെ ഒരു ദളിത് കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾക്ക് അവർ റിസർവേഷൻ ആയിരിക്കും ആദ്യം ചൂസ് ചെയ്യുന്നത്. കാര്യം അവർക്ക് ഈ ലാൻഡിനെ ചൂസ് ചെയ്യാൻ പറ്റില്ല. ഈ ലാൻഡിനെ ഏതെങ്കിലും തരത്തിലൊരു ലോൺ ഫെസിലിറ്റിക്കകത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു മിനിമം ഒരു ബാങ്കിന്റെ ഒരു ക്രെഡൻഷ്യൽ എന്ന് പറയുന്നത്, ഒരു ലോൺ കൊടുക്കാനുള്ള ക്രെഡൻഷ്യൽ എന്ന് പറയുന്നത് മിനിമം ഉള്ള ഭൂമിയുടെ ഒരു തോതുണ്ട്. ആ ഭൂമി ഇന്നടത്ത് നിലനിൽക്കണമെന്നുണ്ട്. ബാങ്കിന്റെ ഒരു ചുറ്റുപാടിനകത്തൊന്നും ഇത്ര കിലോമീറ്റർ പരിധിയിൽ ഉണ്ടാവണം. അഥവാ ഇനി ആ ഫെസിലിറ്റിക്കകത്തേക്ക് നമ്മൾ വരികയാണ്, മറ്റു മാനദണ്ഡങ്ങളുണ്ട്. റോഡിന്റെ സാമീപ്യമുണ്ട്. ലാൻഡിന്റെ വാല്യൂ, ഒരു കോളനി ലാൻഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് മിനിമം പോയാൽ ഒരു 80,000 രൂപയായിരിക്കും. ഈ 80,000 രൂപയ്ക്കകത്തു നിന്നും നമ്മൾ നേടിയെടുക്കേണ്ട സോഷ്യൽ ക്യാപിറ്റൽ അത് പലതരത്തിലായിരിക്കാം. റിസോഴ്സ് ആയിരിക്കാം, അത് എഡ്യൂക്കേഷൻ ആവാം, അല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കുന്ന ജോലിയാവാം, നമ്മൾ സൊസൈറ്റിക്കകത്തൊന്ന് പ്ലേസ് ചെയ്യുന്ന നമ്മളുടെ ജോലി കൊണ്ടുള്ള മറ്റ് സ്റ്റാറ്റസുകളാവാം, കൾച്ചറലായിട്ടുള്ള ക്യാപിറ്റൽ ആവാം. ഇതെങ്ങനെ അവർ ഏൺ ചെയ്തെടുക്കാൻ പറ്റില്ല. ഇവിടെയാണ് ബോധ്യോ പറയുന്ന തിയറി വർക്ക് ചെയ്യുന്നത്. ഒരു തിയറിക്കകത്ത് സോഷ്യൽ ക്യാപിറ്റൽ ഏൺ ചെയ്യുന്ന ഒരു ദളിത് കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കില്ല. ആ സാധിക്കാൻ ഒരു പോസിബിലിറ്റി വന്നാൽ തന്നെ അവർ പ്ലേസ് ചെയ്യപ്പെടുന്നത് അവർ കൾച്ചറൽ ക്യാപിറ്റലിലൂടെയാണ് ഇക്കണോമിക് ക്യാപിറ്റലിനകത്തേക്ക് വരുന്നത്. ഇക്കണോമിക് ക്യാപിറ്റലിനകത്തൊന്നും സോഷ്യൽ ക്യാപിറ്റലിനകത്തേക്ക്, ആ സോഷ്യൽ ക്യാപിറ്റലിനകത്താണ് നമ്മുടെ ജാതി വർക്ക് ചെയ്യപ്പെടുന്നത്. ഇവിടേക്ക് പ്ലേസ് ചെയ്യുക എന്നുള്ളത് ഇത്തിരി പാടുള്ള കാര്യമാണ്. ഇവിടേക്ക് പ്ലേസ് ചെയ്യുക എന്നുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ അടക്കമുള്ള എൻ്റെ സമുദായത്തിൽ നിന്നുള്ള എഡ്യൂക്കേഷൻ ചെയ്തിട്ട് പുറത്തിറങ്ങുന്നവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിനകത്ത് നടക്കുന്ന റിയാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഗെറ്റോയിസേഷനെ കുറിച്ച് മായ പറയുന്നുണ്ട്. ദളിത് കോളനികളിലും ഇപ്പോൾ ജാതി കോളനികൾ എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിനകത്ത് മാത്രമല്ല ഇത് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ തോട്ടമേഖലയിലെ ലയങ്ങൾ, അതെ, ഈ ലയങ്ങളെ കുറിച്ച് മായ പഠിച്ചിട്ടുണ്ട്. എന്താണ് ലയങ്ങളെ കുറിച്ച് ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും വിശദമായ ഒരു പഠനത്തിലേക്ക് പോയിട്ടില്ല. കാര്യം ലയങ്ങളെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഡോക്ടർ ജയശീലിന്റെ പഠനമാണ്, പ്ലാന്റേഷനുകളെ കുറിച്ചിട്ടാണ്. അപ്പം ലയങ്ങളിൽ വിസിറ്റ് ചെയ്തൊരു സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, കാലാകാലങ്ങളായിട്ട് ട്രഡീഷണലി ഇപ്പം നമ്മൾ വിചാരിക്കും കുറച്ച് കാലമായിട്ട് വന്നിട്ടുള്ള മനുഷ്യരാണ്. ഒന്നുമല്ല. നമ്മൾ തിരുവിതാംകൂർ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒക്കെ നിലനിന്നിരുന്ന സമയത്തുള്ള ഫാമിലികൾ ഹെറിഡിറ്ററി പോലെ ഇപ്പം അവരിങ്ങനെ അവിടെ തന്നെയാണ്, ലയങ്ങളിൽ തന്നെയാണ്. ഈ ലയങ്ങൾക്കകത്തൊന്നും കുട്ടികൾ പഠിക്കാൻ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അതൊരു വളരെ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. എന്നുവെച്ചാൽ സൊസൈറ്റിക്ക് പോസിബിൾ അല്ല. നമ്മളെ സംബന്ധിച്ച് അത് വളരെ എന്താ പറയുക, നമുക്കൊരു പ്രത്യാശ തരുന്ന കാര്യമാണ് കുട്ടികൾ പുറത്തേക്ക് പഠിക്കാൻ വരിക എന്നുള്ളത്. അതൊരു പ്രത്യേക ഒരു സന്തോഷമാണ് തരുന്നത്. അത്തരത്തിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ കേവലം അവർ മാത്രം വിചാരിച്ചാൽ പോരാ. പല ലയങ്ങളുടെ അവസ്ഥ നമുക്കറിയാം. മൂന്നാർ ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടാവുന്ന സമയത്ത് ഓരോ ലയത്തിന്റെയും അവസ്ഥ എന്താണെന്നുള്ളതും ഗോമതിയൊക്കെ പോലുള്ളവര് അല്ലെങ്കിൽ അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നവരൊക്കെ പുറത്തേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ റിയാലിറ്റി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത്തരത്തിൽ ലയങ്ങൾ ഫേസ് ചെയ്യുന്നത് ദളിത് കോളനികൾ ഫേസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ അധികം ഗെറ്റോയിസേഷൻ പ്രോസസ്സാണ്. കാര്യം അവർക്ക് ലാൻഡ് ഓണർഷിപ്പ് ഇല്ല. ലയങ്ങൾ മാറി മാറി വരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ചേരി പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. ചേരി പ്രദേശങ്ങൾ കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം പ്രദേശങ്ങളായിട്ടുണ്ട്. ഈ ചേരി പ്രദേശങ്ങൾക്കകത്ത് കമ്മ്യൂണിറ്റികൾ മിക്സഡ് ആണ്. മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട്, വളരെ പിന്നോക്കം നിൽക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റികളുണ്ട്, ദളിതരായിട്ടുള്ളവരുണ്ട്. ഇതെല്ലാം മിക്സഡ് ആണ്. ഇപ്പം എല്ലാവരും എന്നോട് ചോദിക്കലുണ്ട്, ഈ വർക്ക് കഴിഞ്ഞ സമയത്തും ചോദിച്ചു, ദളിത് കോളനികളിലുള്ളവർ ദളിതർ മാത്രമല്ലല്ലോ എന്ന് പറഞ്ഞവരുണ്ട്. ദളിത് കോളനിയിലുള്ളവര് ദളിത് കോളനി എന്ന് പേര് കൊടുത്ത ഇപ്പം പല കോളനികളുടെ പേരുണ്ട്. മഹാത്മാ അയ്യങ്കാളിയുടെ പേരിലുണ്ട്, അംബേദ്കർ ആവാസ് യോജന പദ്ധതി പ്രകാരമുള്ള കോളനികളുണ്ട്. നമ്മൾ എത്ര കണക്കുകൾ എടുക്കാൻ പോയാലും ഇതിനകത്ത്
നിലനിൽക്കുന്ന ഭൂരിഭാഗം സമുദായത്തിലുള്ള മനുഷ്യരും ദലിതർ തന്നെയാണ്. അല്ലെങ്കിൽ ആദ്യകാല കോളനികൾക്കകത്ത് എല്ലാ കോളനികളും, ഇപ്പൊ സജിമോത്തോരം കോളനി 36 വരുന്ന സമയത്ത് മിക്സഡ് ആയിട്ടുള്ള പോപ്പുലേഷനെയാണ് സർ CP രാമസ്വാമി അയ്യർ കൊണ്ടുവരുന്നത്. അത് എന്തുകൊണ്ടാണ് അദ്ദേഹം ആ കോളനി കൊണ്ടുവന്നത് നമുക്കറിയാം. ഈ കോളനിക്കകത്ത് മിക്സഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു. എനിക്ക് നല്ല ഓർമ്മയാണ്, ആദ്യകാല ദലിത് കോളനികൾക്കകത്തായിട്ടുള്ള സജിമോത്തോരം 36 തിരുവിതാംകൂറിലാണ് വരുന്നത്. ആ തിരുവിതാംകൂറിൽ വന്ന കോളനിക്കകത്ത് വിളക്കിത്തല നായർ, ഈഴവര്, മറ്റ് കമ്മ്യൂണിറ്റികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പം അത് സജീവോത്തമപുരം കോളനിയായിട്ട് നിലനിൽക്കുന്നതിനകത്ത് എത്ര കമ്മ്യൂണിറ്റികൾ, അതർ കമ്മ്യൂണിറ്റികൾ ഉണ്ട് എന്നുള്ളത് ഗവൺമെന്റ് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. ഗവൺമെന്റ് ആണല്ലോ പറയുന്നത് മറ്റ് കമ്മ്യൂണിറ്റികൾ ഉണ്ടെന്ന്. നമ്മൾ പറയുന്നത് വേറൊരു തരത്തിലാണ് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പഠനങ്ങളെയും കൂടെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് വേണം ഗവൺമെന്റ് ഒരു എംപവർമെന്റ് പ്രോഗ്രാമുകൾ, ഡെവലപ്മെന്റ് പോളിസികൾ മേക്ക് ചെയ്യാനെന്നാണ് പറയുന്നത്. ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്ന സെൻസസ് റിപ്പോർട്ടുകളുണ്ട്. 2017 to 23 വരെയുള്ള ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠനങ്ങളുണ്ട്. ഈ പഠനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഡെവലപ്മെന്റ് പോളിസികൾ എങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലാവും. ഇത് പരിശോധിച്ചിട്ട് നമ്മൾ തിരിച്ച് ചെയ്യേണ്ടത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഇറക്കിയിട്ടുള്ള ഡെവലപ്മെന്റ് പോളിസികളുടെ ബുക്കുകളുണ്ട്. ഇതൊന്ന് പരിശോധിക്കണം. അപ്പം മനസ്സിലാവും കാലാകാലങ്ങളായിട്ടുള്ള ഡെവലപ്മെന്റ് പോളിസികളുടെ മേക്കിംഗ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത്. കാലം പുരോഗമിക്കും തോറും ഈ സൊസൈറ്റിക്ക്, ഈ സമുദായത്തിന് എന്താ വേണ്ടതെന്നുള്ള ഒരു ചോദ്യം അതിനകത്തേക്കാണ് വരേണ്ടത്. ആ കോളനികൾക്കകത്തേക്കാണ് വരേണ്ടത്. നിങ്ങളുടെ നീഡ് എന്താണ്, നിങ്ങളുടെ കുട്ടികൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതിന് സ്റ്റേറ്റ് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ചോദിക്കും നമ്മൾ സ്റ്റൈബൻഡ് തരുന്നില്ലേ, റിസർവേഷൻ തരുന്നില്ലേ, നിങ്ങളാണല്ലോ കൊണ്ടുപോകുന്നതെന്ന് പറയും. പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് റിസർവേഷൻ ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായിട്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളടക്കം സർക്കാർ അടക്കം കണ്ടിരുന്നെങ്കിൽ EWS നടപ്പാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതൊരു വലിയ പ്രശ്നം തന്നെയാണ്, ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യം. സാമ്പത്തിക സംവരണം കൊണ്ടുവരുന്നത് ഇതൊരു സാമ്പത്തിക സഹായ പദ്ധതി, ഒരു സൗജന്യം എന്ന രീതിയിലാണ് അതിനെ മറ്റുള്ളവർ കാണുന്നത്, അതിനുവേണ്ടിയുള്ള സമരങ്ങളൊക്കെ അവർ ചെയ്യുന്നതും. സംവരണത്തെ കുറിച്ച് നമ്മൾ എന്നും ആവർത്തിച്ച് തന്നെ പറയേണ്ടതുണ്ട്. അതെ അതെ അതെ. അപ്പൊ അത്തരത്തില് ഇത് ഗവൺമെന്റ് ആണ് പരിശോധിക്കേണ്ടത്. ഇത് ഗവൺമെന്റ് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതുണ്ടെന്നാണ് പറയുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ കോളനികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയും അതിനകത്തുനിന്നുണ്ടാവുന്ന വിദ്യാഭ്യാസപരമായിട്ടുള്ള മുന്നോട്ടുള്ള പോക്ക്, ഒരു ഗ്രോത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. കുട്ടികൾ പഠിക്കാനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. തൊഴിലുകൾ ചെയ്യുന്നുണ്ടാവാം, പലതരത്തിലുള്ള തൊഴിലുകൾ ചെയ്യുന്നുണ്ടാവാം. ഇതിൽ തന്നെ ഒരിക്കലും കോളനികൾക്കകത്ത് ഒരിക്കലും പരാമർശിക്കപ്പെടാതെ പോകുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് സ്ത്രീകളാണ്. കുട്ടികളും സ്ത്രീകളും. ഞാനൊരു ഡിസബിലിറ്റി പേഴ്സൺ ആണ്. ഞാൻ കോളനിയുടെ പഠനത്തിന് ഇറങ്ങിയപ്പോഴത്തേക്കിനാണ് ഈ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ദലിത് കോളനികളിലുള്ള ഡിസബിലിറ്റി, മെന്റലി ഫിസിക്കലി ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 100,000-ന് മേലെയുണ്ട് കണക്കുകൾ പ്രകാരം. പക്ഷെ ഇവിടെ എന്താണ് എത്തുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരു റോട്ടറി ക്ലബ്ബ് പോലെയുള്ള, ലയൺസ് ക്ലബ്ബ് പോലെയുള്ള ഒരു വിഭാഗം വന്നിട്ട് വീൽ ചെയർ കൊടുക്കുന്നതല്ല. ആ വീൽ ചെയർ കൊണ്ട് ആ കോളനിക്കകത്തുനിന്ന് ഈ കുന്നുകയറി ഇവർ റോഡിൽ എത്താൻ പറ്റുമോ എന്നുള്ളതൊരു ചോദ്യമാണല്ലോ. തീർച്ചയായിട്ടും ആ വിഷയവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം കൂടി ഉണ്ട്. അതായത് ഈ കോളനികളുടെ പൊതുവിൽ സമൂഹത്തിൽ സ്ത്രീകളുടെ ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്, കുട്ടികളുടെയും. അപ്പോൾ ഒരു ദളിത് കോളനിയിൽ, ഇങ്ങനെ ദളിത് കോളനികളിലെ സ്ത്രീകളുടെയും അതുപോലെ തന്നെ ഞങ്ങളെ പോലുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെയും ഒരു അവസ്ഥ എന്താണ്? നമ്മൾ അത്തരത്തിലുള്ള ഒരു പഠനം അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ അതെ, നടന്നിട്ടില്ല എന്ന് വെച്ചാൽ ഇപ്പം കോളനികളുടെ സ്ത്രീകൾ, ഞാനിപ്പം പോയിട്ടുള്ള 3-4 കോളനികളുടെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ അത് നമ്മൾ എന്ത് ഇത് കൊടുക്കുമ്പോഴും നമ്മൾ പലതരത്തിലുള്ള ചാരിറ്റി കാണാം, ഒരു സംഭവം കൊടുക്കുന്നുവെന്ന് കാണാം. ആ മനുഷ്യരുടെ പ്രൈവസി കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവരും ഈ സൊസൈറ്റിയിൽ വളരെ അന്തസ്സോടുകൂടി ജീവിക്കുന്ന മനുഷ്യരാണ്, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. ഇപ്പം ഈ കോളനികളുടെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ എൻ്റെ അമ്മയുടെ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. എൻ്റെ അമ്മയുടെ പേര് ശാന്തമ്മ എന്നാണ്. ഞാൻ ജനിച്ചു വളർന്ന കോളനി പെരുന്നയിലാണ് ജനിച്ചു വളർന്നത്. 24 വയസ്സ് വരെ ഞാൻ ജീവിച്ചതും കോളനി തന്നെയാണ്. കല്യാണം കഴിഞ്ഞ് വന്ന സ്ഥലം ഒരു ദലിത് കോളനിയിലാണ് വന്നത്. ആ കോളനികളുടെ ഡിഫറൻസിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം. ഇതെന്ന് വെച്ചാൽ എൻ്റെ അമ്മയെ സംബന്ധിച്ച് അമ്മയുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് അവരുടെ ഒരു 13 വയസ്സിൽ അവർ പറയുന്ന ഒരു കണക്ക് വെച്ചിട്ട് 10 വയസ്സിലോ 13 വയസ്സിലോ പാടത്തെ തൊഴിലെടുക്കാൻ പോയൊരു സ്ത്രീയാണ് അവർ. പാടത്തെ അവർ തൊഴിലെടുക്കുകയാണ്. അവർ തൊഴിലെടുക്കുമ്പം അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ പാടത്ത് കർഷക തൊഴിലാളിയായിട്ട് പോവുക, നെല്ല് കൊയ്ത് കയറ്റുക. ഇതാണ് അവർ 13 വയസ്സോട്ട് ചെയ്യുന്നത്. ഇന്ന് അവർക്ക് 79 വയസ്സുണ്ട്. ഇപ്പോഴും അവർ ചെയ്യുന്നത് വീട്ടുജോലിയാണ് ചെയ്യുന്നത്. അവർക്ക് ജീവിക്കാൻ മുന്നോട്ട് പോകാൻ വീട്ടുജോലിയാണ് ചെയ്യുന്നത്. പിന്നെ മക്കളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എൻ്റെ ചേച്ചിമാരാരും വിദ്യാഭ്യാസം ഉള്ളവരല്ല,
10ാം ക്ലാസ് കൊണ്ട് വിദ്യാഭ്യാസം നിർത്തിയവരാണ്. പഠിക്കാൻ ചിലപ്പോൾ അവർക്ക് സാഹചര്യം അനുവദിക്കാത്ത സാഹചര്യമായിരുന്നായിരിക്കും. ആ വീടിനകത്തു നിന്നുള്ള ഫസ്റ്റ് ജനറേഷൻ ലേണറാണ് ഞാൻ. എൻ്റെ വീട്ടിനകത്തു നിന്നുള്ള ഫസ്റ്റ് ജനറേഷൻ ലേണർ. അപ്പം ഇത്തരത്തിൽ ഒരു സ്ത്രീ കടന്നു പോകുന്ന വിവിധ ഘട്ടത്തിലുള്ള ഒരു ഫേസാണ് ഞാൻ പറയുന്നത് എൻ്റെ അമ്മയുടെ ഒരു ജീവിതത്തെ വെച്ചിട്ട്. ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ 13 വയസ്സിലോ 14 വയസ്സിലോ ഒരു ദലിത് സ്ത്രീ അവരുടെ അധ്വാനത്തിന്റെ ഒരു കാലഘട്ടം തുടങ്ങുകയാണ്. പിന്നീട് അവരൊരു 19 20 വയസ്സിൽ അവർ മാരീഡ് ആവുന്നു. ആ മാരേജ് ചെയ്യുന്നത് വേറൊരു ദലിത് കോളനിക്കകത്തേക്കാക്കും. ആ ദലിത് കോളനിക്കകത്ത് അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഇത്തരത്തിലാവാം. വീട്ടുജോലിയാണ് പ്രധാനപ്പെട്ട ഒരു ദലിത് സ്ത്രീകളായിട്ടുള്ള ആൾക്കാരുടെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് വീട്ടുജോലിയാണ്. അല്ലാത്ത ജോലി ചെയ്യുന്നത് കെട്ടിടം പണിയുണ്ട്, കടകളിൽ പോകുന്നവരുണ്ട്. കടകളിൽ പോകുന്നത് എന്താ? സ്വീപ്പർ പണിക്കാണ്. മുനിസിപ്പാലിറ്റിയുടെ സ്കാവഞ്ചേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇതാണ് ദലിത് സ്ത്രീകൾ ചെയ്യുന്ന ജോലികൾ. ഇതിനകത്തുനിന്നൊരു മാറ്റം വന്നു തുടങ്ങുന്നത് വേറൊരു തൊഴിൽ ചെയ്യണമെന്ന് തോന്നി തുടങ്ങുന്ന സ്ത്രീകളുണ്ടായിരുന്നു. അതിനൊരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് വളരെ തുലവുമായിട്ടുള്ള നമ്പറുകളാണ്. കാലകാലങ്ങളായിട്ട് കോളനികളിലുള്ള ദലിത് സ്ത്രീകൾ അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള പാട്രിയാർക്കിയോടും സൊസൈറ്റിയുടെ ഒരു ജാതി വ്യവസ്ഥയോടും ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഓരോ ദലിത് സ്ത്രീയും കടന്നു പോകുന്നത്. അത്തരത്തിൽ തന്നെയാണ് ഞാനും കടന്നു പോകുന്നത്. ഇപ്പം ആസ് എ ദലിത് വുമൺ, ആസ് എ ഡിസബിലിറ്റി ദലിത് വുമൺ, ഞാൻ ഫേസ് ചെയ്യുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പം ഞാനൊരു സ്ഥലത്ത് ചെല്ലുകയാണ്. ഈ അടുത്ത കാലത്ത് എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഈ അനുഭവം എന്ന് പറയുന്നത്, ഞാൻ ഇരിക്കുമ്പോൾ വളരെ ചെറുതാണ്. ഞാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഡിസബിലിറ്റി ഉണ്ടെന്ന് ഒരാൾക്ക് മനസ്സിലാവില്ല. ഞാനൊരു ക്യാൻസർ സർവൈവറാണ്. എൻ്റെ ചൈൽഡ്ഹുഡിൽ എനിക്ക് കിഡ്നിക്ക് ക്യാൻസർ ബാധിച്ച് കിഡ്നി റിമൂവ് ചെയ്യുന്ന ഒരാളാണ്. പിന്നീട് എനിക്ക് ഈ സ്കോളിയോസിസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ സ്കോളിയോസിന് ഒരു ദലിത് സ്ത്രീയുടെ ഒരു ജീവിതമാണ്, എൻ്റെ അമ്മയുടെ ഒരു ജീവിതമാണ്. സ്വന്തം മകൾക്ക് ഡിസബിലിറ്റി ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ അമ്മയ്ക്ക്. കാര്യം അവർക്ക് അറിയില്ല. അവരുടെ മകളെ സംബന്ധിച്ച് അവരുടെ മകളുടെ ഒരു നട്ടൽ വളഞ്ഞിട്ടുണ്ട്, സർജറി ഒക്കെ കഴിഞ്ഞതാണ്. ഇത്തരത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ചൊരു സ്ത്രീയാണ്. അപ്പം അവർ ജീവിക്കുന്ന ഇങ്ങനെയാണ്. അപ്പം അവരുടെ മകളെ എല്ലാ ഒരു നമ്മൾക്ക് സ്കോളിയോസിസ് ഉള്ള ഒരു വ്യക്തിയുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ഇരിക്കാനും നിൽക്കാനുമുള്ള പ്രശ്നമാണ്. വളരെ പെട്ടെന്നാണ് നമ്മുടെ സ്പൈനൽ കോഡിനകത്തൂടെ പെയിൻ അധികമാവുന്നത്. നട്ടലിനകത്തൂടെയൊക്കെ നമ്മൾ ഏത് അവസ്ഥയിലാണെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് കാലൊക്കെ തരിച്ചു തുടങ്ങും. കുറേ സമയം കഴിഞ്ഞ് നമുക്ക് എഴുന്നേക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് സ്കോളിയോസിസ് എന്നാണെന്ന്, ഇതിന് പേരെന്നറിയാൻ വേണ്ടി വന്നത് ഞാൻ കല്യാണം കഴിക്കേണ്ടി വന്നു. കാര്യം എൻ്റെ അമ്മയ്ക്ക് അറിയില്ല, അവരോട് പറഞ്ഞു കൊടുക്കാൻ ആളില്ല. ഈ ഒരു ഹോസ്പിറ്റലിനകത്ത് ചെല്ലുമ്പം നമ്മൾ മെഡിക്കൽ കോളേജുകളെയാണ് ആശ്രയിക്കുന്നത്. എൻ്റെ ഒരു പ്രായത്തിൽ, ആ പ്രായത്തിൽ ഇത് സ്കോളിയോസിസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുവാൻ അന്ന് സാധിച്ചിരുന്നില്ല. ചങ്ങനാശ്ശേരിയിൽ ഒരു ബോബൻ ഡോക്ടറെയാണ് എന്നെ കാണിച്ചിരുന്നത്. എല്ലാ മാസവും എൻ്റെ അമ്മ എന്നെ അവിടെ കൊണ്ട് കാണിക്കും. ഡോക്ടർ കുറച്ച് മരുന്നുകൾ തരും. ഇതിൽ പാരസെറ്റമോൾ ഉണ്ട്, ഇതാണ് കഴിക്കുന്നത്, ഞാൻ മരുന്ന് കഴിക്കുന്നത്. ഏറ്റവും കഷ്ടമായിട്ടുള്ളൊരു കാര്യം, കിഡ്നി റിമൂവ്ഡ് ആണെന്നുള്ള കാര്യം ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് 23ാമത്തെ വയസ്സിലാണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതും എനിക്കൊരു കിഡ്നിയിൽ കല്ല് വന്ന സമയത്ത്, മെഡിക്കൽ കോളേജിൽ വയറുവേദനയായി പോയ സമയത്ത് സ്കാനിങ് ചെയ്യുമ്പോൾ എൻ്റെ കിഡ്നി റിമൂവ് ചെയ്താണെന്ന് അറിയത്തില്ല. ആ റേഡിയോളജിസ്റ്റ് നമ്മളോട് ചോദിക്കുകയാണ്, മുൻപ് വല്ല സർജറി നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു സർജറി നടന്നിട്ടുണ്ട്, വിശദ വിവരമൊന്നും അറിയില്ല, ഡോക്യുമെൻസുകൾ എത്തണമെന്ന് പറയുന്നു. അപ്പം പുള്ളി എന്നോട് പറയുകയാണ്, ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല ഇതുവരെ ജീവിതത്തിൽ, നമ്മളൊന്നും ചെയ്തിട്ടില്ല. കാര്യം വിംസ് ട്യൂമറിന് പോലൊരു ട്യൂമർ എന്ന് പറയുന്നത് ക്യാൻസറിൻ്റെ കുട്ടികളിൽ വരുന്നൊരു വലിയൊരു ഇതാണ്. അത് കഴിഞ്ഞൊരാൾ ശ്രദ്ധിക്കേണ്ട ഒരു തരത്തിലുള്ള ആരോഗ്യ സാഹചര്യങ്ങളെയും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, അറിയത്തില്ല. അപ്പം എൻ്റെ അമ്മയെ പോലൊരു ദലിത് സ്ത്രീക്ക് മകൾ, എൻ്റെ അമ്മ ഭയങ്കര വിശ്വാസിയായിട്ടുള്ള ഒരാളാണ്. അമ്പലം എല്ലായിടത്തും പോകും എൻ്റെ അമ്മ. അപ്പം ഞാനും ആ ചുറ്റുപാടിൽ തന്നെ വളർന്ന ഒരാളാണ്. അപ്പം അത്തരത്തിൽ എൻ്റെ അമ്മ വിചാരിക്കുന്നത് എൻ്റെ പുറത്തെ മുഴയെന്നാണ് അമ്മ പറയുക. ഒരു വൈദ്യനെ കൊണ്ട് കാണിക്കുന്നു. വൈദ്യൻ പറയുന്നു, ഒരു ശിവന്റെ ഒരു പുഷ്പമാണ്, അതിൻ്റെ ഒരു കായ ഉണ്ട്, ആ കായ, അതിൻ്റെ പേരെന്താണെന്ന് കൂടെ എനിക്ക് ഓർമ്മയില്ല, ആ കായ അരച്ച് എന്തോത്തിനകത്തോ തേച്ച് കഴിഞ്ഞാൽ മാറും. അപ്പം ഇത് അമ്മ എൻ്റെ പുറത്ത് അപ്ലൈ ചെയ്ത് തരും. ഒരാഴ്ച കഴിയുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ പുറം നോക്കും, ഇത് കുറഞ്ഞോ എന്ന് നോക്കും. പിന്നെ പോയിക്കൊണ്ടിരുന്നത് ചേർപ്പുങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പള്ളിയിൽ പോയിട്ട് എണ്ണ വാങ്ങിക്കും. എണ്ണ വാങ്ങിച്ച് എൻ്റെ പുറത്ത് വരട്ടും. അപ്പം ഇത് മാറും, എൻ്റെ പുറം മാറും എന്നുള്ളതായിരുന്നു. ഇത് ഇങ്ങനെയാണെന്ന് അറിയുവാനോ ഇത് എത്തരത്തിലാണെന്ന് അറിയുവാനോ എൻ്റെ അമ്മയ്ക്ക് സാധിക്കാതെ പോയത് എൻ്റെ അമ്മയുടെ ജീവിതം ഒരു ദലിത് കോളനിയിൽ ജീവിക്കുന്ന ഒരു അറിവില്ലാത്ത സ്ത്രീ എന്നുള്ള രീതിക്കാണ് ഇതിനെ ആൾക്കാർ കാണുന്നത്. എന്നെ ഈ അടുത്ത് കൺസൾട്ട് ചെയ്ത് എൻ്റെ ഡോക്ടർ ചോദിച്ചു,
എന്തുകൊണ്ട് നിങ്ങളുടെ വീട്ടിലുള്ളവർ ഇതിങ്ങനെ ചെയ്തില്ല? അതിന് എൻ്റെ അമ്മേനെ ഒരിക്കലും പറയാൻ പറ്റില്ല. കാര്യം അവർ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ അവർ ജീവിക്കുന്നത് ദിവസവും വീട്ടുജോലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. 4 പെൺകുട്ടികളെ അവർ വളർത്തണം, അതിലൊരു മകൾ വയ്യാത്തതാണ്. ഇത്തരത്തിൽ അവർ ജീവിച്ചൊരു സ്ത്രീക്ക് എങ്ങനെയാണ് ഈ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ധാരണകൾ ഉണ്ടാവുക? ഇപ്പം മെമ്പർ വന്ന് പറയുക നിങ്ങൾക്ക് റേഷൻ കാർഡ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. നമ്മൾ കാലാകാലങ്ങളായിട്ട് എനിക്കൊന്നും ഞാൻ ഈ കോളനിക്കകത്ത് ജീവിക്കുമ്പോഴും കോളനിയിലെ വാടകക്കാരായിരുന്നു നമ്മൾ. കോളനിക്കകത്ത് നമുക്ക് സ്വന്തം ഭൂമിയല്ല ഉള്ളത്, ഇതിലെല്ലാം നമ്മൾ വാടകക്കാരാണ്. അപ്പൊ ഈ വാടക കൊടുത്ത് ജീവിക്കുന്ന എൻ്റെ അമ്മയ്ക്ക് വീട്ടുജോലി ചെയ്ത് ദിവസമുള്ള നമ്മുടെ ഒരു എന്താ പറയുന്ന അന്നത്തിന്റെ വക കണ്ടെത്തണോ, നമ്മൾ ഇതിനകത്തേക്ക് പോകണം. അപ്പൊ എൻ്റെ അമ്മ പറയുന്ന ഒരേ ഒരു കാര്യം എന്നോട്, മായ നിനക്ക് ശാരീരിക വൈകല്യമുണ്ട്, വൈകല്യം എന്ന് തന്നെയാ പറയാ. അപ്പൊ നീ പഠിച്ചെങ്കിൽ മാത്രമേ നീ രക്ഷപ്പെടുകയുള്ളൂ. നീ വീട്ടുജോലി ചെയ്യാനാണെങ്കിൽ നിനക്ക് വീട്ടുജോലി ചെയ്യാം, ചേച്ചിമാർ ചെയ്യുന്ന പോലെ ചെയ്യാം. അപ്പം ഞാൻ തീരുമാനിച്ചു, കാര്യം ഞാൻ ഈ വീടുകളുടെ എല്ലാം പിന്നാമ്പുറത്താണ് ജീവിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ തീരുമാനിച്ചു ഞാൻ ഒരിക്കലും വീട്ടുജോലി ചെയ്യില്ല. പക്ഷെ ഒരു ഘട്ടത്തിൽ, വിദ്യാഭ്യാസത്തിന്റെ ഒരു ഘട്ടത്തിൽ എനിക്കത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടുകാർക്ക് പോലും അറിയത്തില്ല. ഞാൻ ഒരിക്കലും അത് എവിടെയും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയിട്ടുള്ളത് കൊണ്ട്. അപ്പം ഒരു 6 മാസമാണെങ്കിൽ 6 മാസം എനിക്കതൊരു ഫ്ലാറ്റിനകത്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഒരു കോളേജിനകത്ത് പാരലൽ കോളേജിൽ പഠിപ്പിക്കാൻ പോയി, എഗ്രിമെന്റ് കഴിഞ്ഞിട്ടും ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഞാൻ പരിചയപ്പെട്ട ഒരു ചേച്ചി വഴിയുള്ള ഒരിടത്ത് അവരെന്നെ ഹെൽപ്പ് ചെയ്യാൻ, പാത്രം കഴുകുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ വീട്ടിലുള്ളവർക്ക് ഇപ്പോഴും അറിയത്തില്ല. എൻ്റെ ചേച്ചിമാർ 3 പേരും വീട്ടുജോലി ചെയ്തിട്ട് ജീവിച്ചവർ തന്നെയാണ്. അവർ കല്യാണത്തിന് ശേഷവും അവർ ഇത്തരത്തിലായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. 2 പേര് ജോലി ചെയ്യാത്തുള്ളൂ, ഒരാളെ ജോലി ചെയ്യാത്തുള്ളൂ. 2 പേര് ഇപ്പോഴും അവർ ജീവിക്കുന്നത് പലവിധ തൊഴിലുകൾ ചെയ്തിട്ടാണ്. അതാ ഞാൻ പറഞ്ഞേ, എൻ്റെ അമ്മയുടെ ഘട്ടത്തിൽ നിന്നും എൻ്റെ ചേച്ചിമാരുടെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ തൊഴിലുകൾ ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ആ തൊഴിലുകൾ അപ്പോഴും അടിസ്ഥാനമായി താഴേക്കിടയിലുള്ള തൊഴിലുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലാണ് ഒരു ദലിത് സ്ത്രീയുടെ ജീവിതാവസ്ഥ എന്ന് പറയുന്നത്. ഒരേ സമയം ആ ദലിത് സ്ത്രീ വീട്ടുജോലി ചെയ്യുകയാണെങ്കിൽ ആ വീട്ടിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ആ സ്ത്രീ മറുപടി പറയേണ്ടി വരും. എൻ്റെ അമ്മയെ സംബന്ധിച്ച് എൻ്റെ അമ്മ വീട്ടുജോലി ചെയ്തിരുന്ന വീടുകളൊക്കെ തന്നെയും തരക്കേടില്ലാത്ത വീടുകളായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ കാലങ്ങളായിട്ട് അവിടെ ജോലി ചെയ്തിരുന്നു. അതിനുശേഷം എൻ്റെ ചേച്ചി ചെയ്തു. അപ്പം ഇത്തരത്തിലാണ് ഇത് പോയിട്ടുള്ളത്. പിന്നീട് ചേച്ചിയുടെ കല്യാണത്തിന് ശേഷമാണ് ഇതൊക്കെ അവർ നിർത്തുന്നത്. ഇപ്പോഴും അവർ തൊഴിൽ ചെയ്യുന്നുണ്ട്, അവരും കടന്നു പോകുന്നത് ഇതാണ്. അപ്പൊ ഞാൻ പഠിച്ചാൽ ഇത് രക്ഷപ്പെടുമെന്നുള്ളൊരു ധാരണയാണ്. നമ്മൾ ഈ പഠിത്തം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും ജോലി എവിടെയെന്നൊരു ചോദ്യമാണ് നമുക്ക്. അപ്പം ഞങ്ങളാണോ കൊണ്ട് തരണ്ടേന്നൊരു ചോദ്യം പറയും. ഇപ്പം ഭൂരിഭാഗം പേരും ചിലപ്പോൾ പറയാൻ പോകുന്ന പണിയെടുത്ത് ജീവിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ കോളനികളുടെ ഈ ഇതൊക്കെ വരുമ്പം ശ്രദ്ധിച്ചിട്ടില്ലേ, നിനക്കൊക്കെ എല്ലാം ഗവൺമെന്റ് തന്നിട്ടില്ലേ? അപ്പൊ എൻ്റെ ഒരു ടോക്ക് വൈറലായ സമയത്ത് ആ ടോക്കിന്റെ അടിയിൽ വന്നൊരു കമന്റ് ആണ്, ഞാനൊരു ദലിത് സ്ത്രീ ആയതുകൊണ്ട് ഒരിക്കലും ആ കോളനിയിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ അടിയിൽ വന്നത്, ദുബായിൽ ഫ്ലാറ്റിൽ ജീവിക്കുന്നവർ പോലും, അതായത് 2.5 സെന്റ് ഭൂമിക്കകത്താ ജീവിക്കുന്നതെന്ന്. ഫ്ലാറ്റ് അല്ല കോളനി. ആ കോളനി ജീവിതം അറിയണമെങ്കിൽ അതിനകത്തേക്ക് തന്നെ വരണം. കോളനിയിൽ ജീവിക്കുന്നവരാരും ക്രിമിനൽസും അല്ല. അവർ അന്തസ്സായിട്ട് തൊഴിലെടുത്ത് അതാത് ദിവസം ജീവിക്കുന്ന, ഇപ്പൊ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കൃത്യമായി രാഷ്ട്രീയ ബോധ്യമുള്ള മനുഷ്യരും കൂടെ ജീവിക്കുന്ന ഇടമാണ്. ആ ഇടത്തിൽ നിന്നാണ് എന്നെപ്പോലുള്ള മനുഷ്യർ പുറത്തു വരുന്നത്. പ്രധാനമായിട്ടും ഒരു ദലിത് കോളനിയിലെയും മനുഷ്യര് അവര് സ്വയം തിരഞ്ഞെടുത്തതല്ല. ഗവൺമെന്റിന്റെ പലതരത്തിലുള്ള റീസെറ്റിൽ പ്രോഗ്രാം വഴി, സെറ്റിൽമെന്റ് പ്രോഗ്രാമുകൾ വഴി എത്തപ്പെട്ടുള്ള സ്ഥലങ്ങളാണ്. ഈ ദലിത് കോളനികൾക്കകത്തൊക്കെ ഒരു മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. ഈ മൈഗ്രേഷനെ കുറിച്ചിട്ട് ആരും ഇവിടെ പരാമർശിക്കുന്നില്ല. ഒരു മൈഗ്രേഷൻ പ്രോസസ്സ് തന്നെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ചിലരൊന്നും തന്നെ ആ പ്രദേശത്തുള്ളവരല്ല. അപ്പോൾ ആ പ്രദേശത്തു നിന്ന് അവരെ സ്ഥലം കിട്ടുന്നത് കൊണ്ട് അവിടേക്ക് വന്ന് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഇതിനകത്ത് പെട്ടുപോകുന്നു എന്നുള്ളതിനേക്കാട്ടിലുപരി അതിനകത്തേക്ക് അവരെ ആക്കുന്നതിനകത്ത് ഒരു സോഷ്യൽ സിസ്റ്റം ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്.